ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. ആധുനിക റെയിൽ സംവിധാനം രാജ്യത്തിന്റെ എല്ലാ കോണിലേക്കും വ്യാപിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ പ്രഥമ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ത്യയെ സ്വാശ്രയ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ അടുത്ത 2 ദശകങ്ങൾ നിർണായകമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രഥമ പരിഗണനയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കേരളത്തിന്റെ പൊതുവിതരണ സംവിധാനം രാജ്യത്തിന് മാതൃകയെന്ന് മന്ത്രി GR അനിൽ. 39,000 കുടുംബങ്ങൾക്ക് പുതുതായി മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മുന്നേറ്റം തുടർന്ന് കണ്ണൂർ, തൃശൂരും പാലക്കാടും തൊട്ടുപിന്നിൽ. അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിന് 239 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ പ്രഥമ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ മാൾഡ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹൌറയ്ക്കും ഗുവാഹത്തിക്കുമിടയിലാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുന്നത്. 16 ആധുനിക കോച്ചുകൾ ഉൾപ്പെടുന്ന സ്ലീപ്പർ ട്രെയിനിൽ 823 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ സാധിക്കും. പശ്ചിമബംഗാൾ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 3,250 കോടിയിലധികം രൂപയുടെ റെയിൽ റോഡ് അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കും ശ്രീ മോദി തുടക്കം കുറിച്ചു. വരും വർഷങ്ങളിൽ ആധുനിക റെയിൽ സംവിധാനം രാജ്യത്തിന്റെ എല്ലാ കോണിലേക്കും വ്യാപിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. वंदे भारत के साथ ही आज बंगाल को 4 और नई अमृत भारत एक्सप्रेस ट्रेनें भी मिली है. इससे पूरे उत्तर बंगाल की कनेक्टिविटी बेहतर होने वाली है. इससे यहाँ के किसानों, यहाँ के नौजवानों को लाभ होगा, यहाँ टूरिज्म को बल मिलेगा. അസമിലെ ഗുവാഹത്തിയിൽ നടക്കുന്ന പരമ്പരാഗത ബോഡോ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ അസമിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മുന്നേറ്റമുണ്ടായതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. നാളെ നാഗോൺ ജില്ലയിലെ കാലിയാബോറിൽ 6,950 കോടി രൂപയിലധികം ചെലവ് വരുന്ന കാസിരംഗ എലിവേറ്റഡ് കോറിഡോർ പദ്ധതിക്ക് അദ്ദേഹം തറക്കല്ലിടും. തുടർന്ന് ഗുവാഹത്തി, റോഹ്തക്, ദിബ്രുഗഡ്, ലക്നൌ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും ശ്രീ മോദി നിർവഹിക്കും. ഇന്ത്യയെ ഒരു സ്വാശ്രയ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ അടുത്ത 2 ദശകങ്ങൾ നിർണായകമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉത്തരാഖണ്ഡ് സംസ്ഥാന രൂപീകരണത്തിന്റെ 25ാം വാർഷികാചരണത്തിന്റെ ഭാഗമായി ഡെറാഡൂണിൽ സംഘടിപ്പിച്ച ജാഗരൺ ഫോറം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിന്റെ 4ാം സ്തംഭമായ മാധ്യമങ്ങൾ രാഷ്ട്രവികസന യാത്രയിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന്റെ വളർച്ചയ്ക്കും യുവജനങ്ങൾക്കും ഗുണകരമായ വാർത്തകൾ നൽകുന്നതിൽ മാധ്യമങ്ങൾ പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. In a vibrant democracy like India, the media plays a vital role as the 4th pillar of our democracy. It acts as a bridge between the people and those in power, giving voice to the citizens, shaping public opinion, and strengthening accountability and transparency in governance. I firmly believe that media has a great role in covering the stories of positive developments, also to make the people aware of the progressive march of our great nation. രാജ്യത്തിന്റെ പരമ്പരാഗത കരകൗശല വൈദഗ്ധ്യം ആഘോഷിക്കാൻ PM വിശ്വകർമ്മ പദ്ധതിയുടെ കീഴിൽ PM വിശ്വകർമ്മ ഹാട്ട് 2026 പ്രദർശനമേളയ്ക്ക് നാളെ തുടക്കമാകും. ന്യൂഡൽഹിയിലെ ദില്ലി ഹാട്ടിൽ നടക്കുന്ന പ്രദർശനം കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തുടനീളമുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 117ലധികം കരകൗശല വിദഗ്ധർ പരിപാടിയിൽ പങ്കെടുക്കും. ഈ മാസം 31 വരെയാണ് പ്രദർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയിലൂടെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായാണ് ചില കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുള്ളത്. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രഥമ പരിഗണനാ വിഷയമാണ്. കേരളം നേരിടുന്ന സാമ്പത്തിക ഞെരുക്കം പരിഹരിക്കുന്നതിനായി സംസ്ഥാനം കേന്ദ്ര സർക്കാർ പദ്ധതികളുമായി കൂടുതൽ സഹകരിക്കുകയാണ് വേണ്ടതെന്നും ശ്രീ കുര്യൻ വ്യക്തമാക്കി.
ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3000 കവിഞ്ഞു. ടെഹ്റാനിലെ തെരുവുകൾ നിലവിൽ ശാന്തമായിട്ടുണ്ടെങ്കിലും ഇന്റർനെറ്റ് സേവനങ്ങൾ ഉൾപ്പെടെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത പ്രതിഷേധക്കാരുടെ വധശിക്ഷകൾ റദ്ദാക്കിയതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ നേതാക്കൾക്ക് നന്ദി പറഞ്ഞു. ഗാസ സംഘർഷം പരിഹരിക്കുന്നതിനായുള്ള രണ്ടാം ഘട്ട ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി പുതിയ ബോർഡ് ഓഫ് പീസ് അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭരണനിർവഹണം, പ്രാദേശിക സഹകരണം, നിക്ഷേപ സാധ്യതകൾ എന്നീ വിഷയങ്ങളിൽ ഊന്നിയാകും ചർച്ച. ബോർഡ് ഓഫ് പീസിന്റെ അധ്യക്ഷൻ അമേരിക്കൻ പ്രസിഡന്റായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തിന് മാതൃകയായ പൊതുവിതരണ സംവിധാനം നിലവിലുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി GR അനിൽ. എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഇക്കാലയളവിൽ പൊതുവിതരണ വകുപ്പിന് സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് അർഹരായ 39,000 കുടുംബങ്ങൾക്ക് പുതുതായി മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 912 പോയിന്റുകളുമായി കണ്ണൂർ ജില്ല മുന്നേറ്റം തുടരുന്നു. 905 പോയിന്റുമായി തൃശൂർ തൊട്ടുപിന്നിലുണ്ട്. 902 പോയിന്റുമായി പാലക്കാട് 3ാം സ്ഥാനത്താണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന്. പരിപാടിയുടെ 130ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ ഗോവ്, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 23 വരെ അറിയിക്കാം. ഹജ്ജ് രജിസ്ട്രേഷനുള്ള സമയപരിധി ഈ മാസം 25 വരെ ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഈ തീയതിക്ക് ശേഷം അധിക സമയം അനുവദിക്കില്ലെന്നും ന്യൂനപക്ഷകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഹജ്ജ് ബുക്കിംഗും മറ്റ് നടപടികളും വേഗത്തിൽ പൂർത്തീകരിച്ച് രജിസ്ട്രേഷൻ വിശദാംശങ്ങൾ നുസൂഖ് പോർട്ടലിൽ നൽകണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. ശബരിമല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ സമാപന ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവാഭരണ വിഭൂഷിതനായ ഭഗവാന്റെ ദർശനം ഇന്ന് രാത്രി അത്താഴപൂജയോടെ അവസാനിക്കും. മണിമണ്ഡപത്തിൽ മകരസംക്രമ ദിനം മുതൽ 5 ദിവസത്തേക്ക് നടക്കുന്ന കളമെഴുത്തിനും നാളെ സമാപനമാകും. അണ്ടർ 19 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിന് 239 റൺസ് വിജയലക്ഷ്യം. മഴ മൂലം 49 ഓവറായി ചുരുക്കിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 48.4 ഓവറിൽ 238 റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. ഇന്ത്യയ്ക്കായി വൈഭവ് സൂര്യവംശി, അഭിക്യൻ കുണ്ടു എന്നിവർ അർദ്ധ സെഞ്ചുറി നേടി. മറുപടി ബാറ്റിംഗിനൊടുവിൽ വിവരം ലഭിക്കുമ്പോൾ ബംഗ്ലാദേശ് 17 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 86 റൺസ് നേടിയിട്ടുണ്ട്. കേരളത്തിന്റെ സംഗീത പാരമ്പര്യം ഭക്തിയുടെ പാരമ്പര്യവുമായി ഒന്നിച്ചു പോകുന്നതാണെന്ന് കേന്ദ്ര സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. തപസ്യ സുവർണ ജൂബിലി രാജ്യാന്തര സംഗീതോത്സവം പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലയും ഭക്തിയും ജീവിതത്തിന്റെ സാരമെന്ന് പഠിപ്പിക്കുന്ന നാടാണ് കേരളമെന്ന് അദ്ദേഹം പറഞ്ഞു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 28-ന് ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ഈ മാസം 29-ന് പാർലമെന്റിൽ സമർപ്പിക്കും. ലക്ഷദ്വീപ്, പുതുച്ചേരി, ഗോവ, രാജസ്ഥാൻ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ SIRന്റെ സമയപരിധി നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാർക്ക് അവകാശവാദങ്ങളും എതിർപ്പുകളും ഈ മാസം 19 വരെ സമർപ്പിക്കാം. ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയിലെ 3 തീവ്രവാദ ഒളിത്താവളങ്ങൾ സുരക്ഷാസേന തകർത്തു. ദേശവിരുദ്ധ വസ്തുക്കൾ കടത്തുന്നതുമായി ബന്ധപ്പെട്ട് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംയുക്ത സുരക്ഷാ സേനകൾ വ്യാപക തെരച്ചിൽ നടത്തിയത്. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 227 സീറ്റുകളിൽ 118 എണ്ണം നേടി BJP ശിവസേന സഖ്യം വ്യക്തമായ ഭൂരിപക്ഷം നേടി. 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലായി 2869 സീറ്റുകളിൽ 1425 സീറ്റുകൾ BJP നേടി. ശിവസേന 399 സീറ്റുകളും കോൺഗ്രസ് 324, NCP 167 സീറ്റുകളും നേടി. NDAയെ പിന്തുണച്ചതിന് മഹാരാഷ്ട്രയിലെ ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആധുനിക റെയിൽ സംവിധാനം രാജ്യത്തിന്റെ എല്ലാ കോണിലേക്കും വ്യാപിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ പ്രഥമ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ത്യയെ സ്വാശ്രയ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ അടുത്ത 2 ദശകങ്ങൾ നിർണായകമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രഥമ പരിഗണനയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ.
കേരളത്തിന്റെ പൊതുവിതരണ സംവിധാനം രാജ്യത്തിന് മാതൃകയെന്ന് മന്ത്രി ജി ആർ അനിൽ. 39,000 കുടുംബങ്ങൾക്ക് പുതുതായി മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മുന്നേറ്റം തുടർന്ന് കണ്ണൂർ, തൃശൂരും പാലക്കാടും തൊട്ടുപിന്നിൽ. അണ്ടർ 19 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിന് 239 റൺസിന്റെ വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.